ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. കല്യാണം കഴിഞ്ഞത് മുതൽക്കുള്ളൊരു ഗുഡ് ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ എണീറ്റ് കുളിച്ച് പൂജാ റൂമിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കലാപരിപാടികൾ നോക്കാറുള്ളൂ. പുറത്ത് നല്ല മഞ്ഞാണ്. ഇന്ന് അമ്പലത്തിലൊരു പ്രത്യേക വഴിപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പോവുക. അമ്പലത്തിൽ കയറുന്നതിന് മുൻപ് മുടിയുടെ അറ്റം ഇങ്ങനെ കെട്ടിവെക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നീനും പാറും എണീക്കാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അമ്പലത്തിലോട്ട് പോയി. അമ്പലം എന്ന് പറയുമ്പോൾ കുറേ ദൂരമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് തന്നെ അമ്പലമാണ്. ഇതാണ് വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ അയ്യപ്പസ്വാമി ക്ഷേത്രം. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലമായതുകൊണ്ട് നിനക്ക് എന്നും പോയി തൊഴാലേ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ദിവസേന വന്ന് അമ്പലത്തിൽ തൊഴുന്ന ശീലമില്ല. പക്ഷേ ഡെയിലി വന്ന് തൊഴുന്നത് അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിനൊരു ഫ്രഷ് ഫീല്, അതുപോലെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും അന്ന്. ഇത് അമ്പലത്തിൻ്റെ ബേക്കിൽ നിന്നുള്ള വ്യൂ ആണ്. വീടും അമ്പലവും ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ഞാൻ വഴിപാടൊക്കെ കഴിച്ച് തൊഴുത് പ്രസാദം വാങ്ങിച്ച് വീട്ടിലോട്ട് പോന്നു. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇന്നലെ കേക്ക് കൊണ്ടുവന്നു. എടക്കരയിലുള്ള അച്ഛൻസ് ബേക്കറിയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു പ്ലം കേക്ക് വാങ്ങിയിട്ട്. കേക്ക് കട്ട് ചെയ്യാനും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും റെഡി ആയിട്ട് വന്നു. അങ്ങനെ നീനു പതുക്കെ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. പാറൂസ് അത് നോക്കി നിൽക്കുകയാണ്. പാറൂസ് അങ്ങനെ ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പാറുവിനെ അറിയാം. പാറുവിന് ഈ ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാലൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ ഒരു ഫ്രോക്കിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് നീനുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഫ്രോക്കാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ, അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ വലുതാവുമ്പോൾ അത് കാണിച്ചു കൊടുക്കാനൊക്കെ. കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞിട്ട് നീനും ഇതാ പൂത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുക. പടക്കാവൾ ചോദിച്ചെങ്കിലും ഞാനതിന് സമ്മതിച്ചില്ല. ഒപ്പം നടന്ന് കാണാൻ പാറൂസും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആമ്പൽക്കുളത്തിലോട്ട് പോയി. പാറു കുറച്ച് നേരം എൻ്റെ കൈയൊക്കെ വിട്ടിട്ട് ആ പൂക്കൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം 1-2 പൂക്കളൊക്കെ അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്